പ്രിയമുള്ളവരെ, ഞാൻ റഷീന റസാഖ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10ാം വാർഡിൽ നിന്നും LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഫസ്റ്റ് ഒരു അറ്റംപ്റ്റാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും പൊതുപ്രവർത്തനങ്ങളിലും ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനൊരു കുടുംബശ്രീ ADS ആണ്, 10ാം വാർഡിൻ്റെ ADS ആണ്. പിന്നെ ഒരു സ്കൂൾ PTA മെമ്പർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മേഖലയിലുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ഥാനാർത്ഥി സ്ഥാനം എന്നുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. 10ാം വാർഡ് എന്നുള്ളത് നമ്മുടെ സ്രായിക്കടവ്, നന്നമുക്ക്, പൂച്ചപ്പടി, കല്ലുർമ ഈ ഒരു ഏരിയയാണ് 10ാം വാർഡിൽ ഉൾപ്പെടുന്നത്. അവിടെ ഈ 10ാം വാർഡിലുള്ളത് ഒരു സ്കൂളാണ്, കല്ലുർമ സ്കൂള്, പിന്നെ 3 അംഗൻവാടികൾ, പിന്നെ ഒരു ഹെൽത്ത് സെൻ്റർ ആണ് 10ാം വാർഡിലുള്ളത്. പിന്നെ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ഏരിയയാണ് ഈ 10ാം വാർഡിലുള്ളത്. കാർഷിക മേഖലയിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഈ സ്ഥാനാർത്ഥി സ്ഥാനം എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, കുടുംബശ്രീയുടെ ഒരു ADS എന്നുള്ള നിലയിലും പിന്നെ സ്കൂൾ PTA എന്നുള്ള ഒരു നിലയിലും അതിലുപരി ഞാൻ ഈ ഒരു നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പരിചയത്തിലും കൂടിയിട്ട് അപ്പം ഞാനൊരു അപരിചിതയല്ല, ഒരു പരിചിതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മേഖലയിലുള്ള ആളുകളെയൊക്കെ ആയിട്ട് കാണാനും അവരോട് ഇടപഴകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീൽഡിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനൊരു സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തതും. കാരണം എനിക്ക് പരിചയമുള്ളവർ തന്നെയാണ് ഈ ഒരു 10ാം വാർഡിലുള്ളതും. ഈ വാർഡ് 10ാം വാർഡ് എന്നുള്ളത് കഴിഞ്ഞ 20 വർഷമായിട്ട് LDFിന് കയ്യിലുള്ളൊരു വാർഡാണ്. ഈ വാർഡിൽ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുത്ത മെമ്പർമാർ നടത്തിയ വികസനങ്ങളും അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജനങ്ങളോട് ഇടപഴകുന്ന രീതിയിലും അവരെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച മെമ്പർമാരാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം വന്നിട്ടുള്ളതും. എല്ലാ മേഖലകളിലുള്ള വികസനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ ശുചിത്വ പ്രവർത്തന മേഖലയിലും എല്ലാ മേഖലകളിലേക്കും ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ച ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതി എന്ന് വെച്ചാൽ നമ്മുടെ കല്ലുർമ സ്കൂളിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷമാണ് അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് ഇപ്പോൾ അവിടെ പാചകപ്പുര, കിണർ, പിന്നെ അംഗൻവാടി എല്ലാതും ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ സ്കൂള് ഹൈടെക്കായി മാറി. ഇത് നമ്മുടെ ഈ ഭരണസമിതി ഇടപെടലുകൊണ്ട് തന്നെയാണ് അത് ഹൈടെക്കായി മാറിയതും. പിന്നെ ഉള്ളത് നമ്മുടെ സ്പീക്കറിൻ്റെ ഇടപെടലുകൊണ്ട്, നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ ഇടപെടലുകൊണ്ട് 75 ലക്ഷം രൂപയുടെ ഫണ്ടാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളിലുള്ള ഊന്നി പറയാനുള്ളത് ഹൈമാസ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റുകൾ, പിന്നെ ഉൾഭാഗങ്ങളിലുള്ള കോൺക്രീറ്റ് റോഡുകൾ, പിന്നെ റീടാറിങ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങളാണ് ഈ 10ാം വാർഡിൽ നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുൻ ഭരണസമിതി ബാക്കി വെച്ച എല്ലാ വികസനങ്ങളും പൂർത്തീകരിക്കും. അതിന് ഞാൻ തയ്യാറുമാണ്. പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള എന്ത് ആനുകൂല്യങ്ങളാണെച്ചെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് ആവശ്യമായ അവരോടൊപ്പം നിൽക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നാൽ കഴിയുന്നൊരു പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ അവർക്കൊപ്പം ജനങ്ങളിൽ നിന്നുകൊണ്ട് അവരിലൊരാളായി നിൽക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പ്രയാസങ്ങളിലും അവരിലൊരാളായി കൂടെ നിൽക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനത്തിലൂടെ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 100% എനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ കഴിയും എന്നുള്ള ഉറപ്പും കൂടിയിട്ടാണ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. കോവിഡ് കാലത്തെ പ്രചരണം അതിൻ്റെ പ്രോട്ടോക്കോളിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വോട്ടേഴ്സിനെ കാണുമ്പോൾ അവരോട് അകലം പാലിച്ചും മാസ്ക് ധരിച്ചും സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുമുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള പ്രചരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്.